നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് സംഭവ ബഹുലമാണോ ഇന്നത്തെ ദിവസം? ഇന്ന് സംഭവബഹലം തന്നെയാണ്. പക്ഷേ അതിൽ ഒരു കാര്യമുള്ളത്, നമ്മൾ സംഭവബഹലം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവം. അത് സത്യമായി ചർച്ച ചെയ്യാൻ പോലും നമുക്ക് അതെ മനസ്സനുവദിക്കുന്നില്ല അതെ എന്നുള്ളതാണ്. അതെ എങ്കിലും അതിനു മുമ്പ് നമുക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രാധാന്യത്തോടെ ഇന്ന് കേരള ഹൈക്കോടതിയിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് അതെ CMR കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആദ്യം പറയാം. ആദ്യമായിട്ടുള്ളത്. പിന്നെയുള്ളത് പിന്നെ സതീശന് 100 സീറ്റ് കിട്ടിയാൽ താൻ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശ് മകനെ അയച്ച് സതീശനെ കാണുന്നു. തൊട്ടു പിന്നാലെ 86 അനധികൃത തസ്തികകളിലേക്ക്, അനധികൃതമല്ല, 56 അധ്യാപക തസ്തികകളിലേക്ക് 86 നിയമനം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സതീശൻ സർക്കാർ. നേതൃത്വത്തിലുള്ള സർക്കാർ. അപ്പോൾ അത് സമുദായത്തിൽ വലിയ വിഷയമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രധാനമായും നമ്മുടെ കരിമണലാണ് പ്രശ്നം കത്തുന്നത്. കരിമണലും മാസപ്പടി എല്ലാം കൂടി കത്തുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ന് ഹൈക്കോടതിയിൽ കൊണ്ടുപിടിച്ച വാദം നടന്നു. രൂക്ഷമായ വാദം. സിദ്ധാർത്ഥ ലുത്ര എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെ തന്നെയാണ് അവർ ഹാജരാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് CMRലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് വീണ വിജയനല്ല. ED അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടു. EDയുടെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് EDയോട് കർശന നിലപാടൊന്നും കർത്തയ്ക്കെതിരെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇക്കാര്യത്തിൽ അന്തിമ വിധി കോടതി പ്രഖ്യാപിക്കും. അതുവരെ കർത്തയ്ക്കെതിരെ അല്ലെങ്കിൽ CMRനെതിരെ യാതൊരു നടപടികളും കർശന നടപടികൾ തുടരാം. കർശന നടപടികൾ. പക്ഷേ ഇതിനകത്ത് വളരെ പ്രമാദമായ ഒരു പോയിന്റ് ഉണ്ട്. വീണ തൈക്കണ്ടിക്കെതിരായ അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല. എന്തും ചെയ്യാം. അറസ്റ്റ് ചെയ്യുകയോ വിളിച്ച് ചോദ്യം ചെയ്യുകയോ സമൻസ് അയക്കുകയോ എന്തും ചെയ്യാം. CPM ക്യാമ്പ് നിശബ്ദമാണ്. CPM ക്യാമ്പ് 2 ദിവസമായിട്ട് നിശബ്ദമാണ്. ആരും തൈക്കണ്ടിയെ അനുകൂലിച്ച് രംഗത്ത് വരുന്നില്ല. അതിനൊപ്പം തന്നെ വലിയ ചില ദയനീയമായ കാഴ്ചകളോടെ നമ്മൾ കാണാനിടയായി. കഴിഞ്ഞ ദിവസം ED വന്നപ്പോൾ EDയുടെ വണ്ടി തല്ലിപ്പൊട്ടിക്കാനും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും നിന്നതിൻ്റെ പേരിൽ അകത്തുപോയ ചില നേതാക്കളുടെ വീടിൻ്റെ ഉൾവശം കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ തന്നെ യാദൃച്ഛികമായിട്ടെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് എല്ലാം തിരിച്ചടിക്കുകയാണെന്നുള്ളത്, ഇതെല്ലാം ബൂമറാങ്ങായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും കോമഡി. അത് വലിയ തിരിച്ചടിയായി വലിയൊരു ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. അതായത് വീണ വിജയൻ പട്ടുമെത്തയിൽ കിടന്ന് ശയിക്കുന്നു. വീണ വിജയനെ ഒരു കാരണവശാലും EDക്ക് കടിച്ചു കീറാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അവിടെ വന്ന് EDയുടെ വണ്ടിയെല്ലാം അടിച്ചു പൊട്ടിച്ചവന്മാരെല്ലാം ജയിലിൽ കിടക്കുന്നു. ആ കിടക്കുന്നവന്മാരെ വീടിന്റെ ഉൾവശം കണ്ട് ഈ പൊതുസമൂഹം മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഈ ദാരിദ്ര്യത്തിൽ നിന്നാണല്ലോ യുവന്മാർ വന്ന് ഈ വല്ലവടത്തം കിടക്കുന്ന ആഡംബര ജീവിതത്തിൽ സുഖിച്ചു കഴിയുന്ന ഒരു പെണ്ണിന് വേണ്ടി ജയിലിൽ പോയി. തീർന്നില്ലല്ലോ, മകനും ഉണ്ടല്ലോ. പിണറായിയുടെ മകൻ അബുദാബിയിൽ വളരെ സുഖമായി ജീവിച്ചു. ഇതിനേക്കാൾ ആഡംബരത്തിലാണ് ഈ ആളെ തടയാനും, ഈ വന്ന EDക്കാർ തടയാനും, കല്ലുപറക്കെറിയാനും മറ്റേ വിവേക് കിരൺ വന്നിട്ടില്ലായിരുന്നല്ലോ. വിവേക് കിരണിന്റെ ഗുരുവായൂർ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ജനം TVയുടെ പ്രാദേശിക കഴുത്തിന് പിടിച്ച് ക്ലിപ്പിട്ട് ഇവന്മാര് പിടിച്ചു തള്ളി അടിപിടി ഉണ്ടാക്കിയായിരുന്നല്ലോ. ഇന്നൊരു പുതിയ ഒരു പരാതി വന്നു. ആ പരാതി കണ്ട് നമ്മൾ ചിരിച്ച് നമ്മുടെ ഊപ്പാട് വന്നു. എന്താ പറയുക, പിണറായി വിജയന്റെ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചു. വളരെ നന്നായി പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്തകൾ. ഇതെല്ലാം വിവിധ ചാനലുകളുടെ ഫേസ്ബുക്ക് പേജുകൾ ഈ വാർത്ത വന്നതിന്റെ അടിയിൽ എല്ലാവർക്കും സന്തോഷം. ഇത്രയും ഇമോജി ഞാൻ കണ്ടത് പിന്നെ CPMന്റെയും SFIയുടെ ഒക്കെ തിരുവനന്തപുരം ജില്ലാ പേജിന്റെ ഒക്കെ അതിനിടയ്ക്ക് 5 കിങ്കരന്മാര് ഒളിവിലും പോയി. അതായത് നാട്ടുകാർ തല തല്ലി കീറാൻ മുന്നിട്ട് നിന്ന 5 പോലീസ് കിങ്കരന്മാർ, പിണറായിയുടെ യമകിങ്കരൻ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം EDക്കാരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇവർ വളരെ അതിനെ നേതൃത്വം വെച്ചുകൊണ്ട് കൈയെ കെട്ടി ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അല്ല, ഇതിനകത്ത് നമ്മളൊരു കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് അതൊന്ന് എടുത്ത് ചർച്ച ചെയ്ത് നമുക്കറിയാം. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ സ്ഥാപനം, നിങ്ങൾക്ക് ഞങ്ങൾ പറയുമ്പോൾ എപ്പോഴും തോന്നുന്നു ഞങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത്, പക്ഷെ പറയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതുപോലെ വിഷമമുള്ളതുകൊണ്ട്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഇവർ റെയ്ഡ് നടത്തി. ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോയിൽ കയറി അവർ റെയ്ഡ് നടത്തി. ഇവിടെ പരമാവധി നമ്മുടെ എല്ലാ സാധനങ്ങളും, നമ്മുടെ ഇവിടുന്ന് എല്ലാ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സകല സാധനങ്ങൾ എടുത്ത് മുമ്പേ വെച്ച് നിരത്തി വെച്ച് അതിന്റെ ചിത്രീകരണം നടത്തി, ചിത്രം എടുത്ത് എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര ആഘോഷം. അതിന്റെ പുറകിൽ ഇവിടെ സത്യത്തിൽ ഒരു കള്ളക്കേസ്, ആ കള്ളക്കേസ് അങ്ങ് പോട്ടെ, ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയാണെങ്കിൽ ഒരു കേസാണ്. ആ കേസിന്റെ പേരിൽ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെ രാവിലെ 8 മണി തൊട്ട് രാത്രി 12 മണി വരെ അനങ്ങാൻ സമ്മതിക്കാതെ ഇവിടെ ഇരുത്തി റെയ്ഡ് നടത്തിയ പിണറായി വിജയന് കഴിഞ്ഞ ദിവസം ED വെളുപ്പിനെ 5:30 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ EDയുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് ആദ്യത്തെ തിരിച്ചടി. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളെയും അവർ അയലോക്കത്തുള്ളവരെയും ഷാജൻ സ്കറിയയുടെ
ഫോണിനകത്ത് പേരുള്ള ആൾക്കാരെ എല്ലാം ഫോൺ കൂട്ടത്തോടെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. വിജയനും അജിത്തും അന്നത്തെ ജയകുമാർ എന്ന് പറയുന്ന ACPയും ഈ പറയുന്ന ശശിയും എല്ലാം ചേർന്ന് കളിച്ച നാടകം. PV അൻവറും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? വീണ വിജയന്റെ, അതായത് വീണ തൈക്കണ്ടിയുടെ മൊബൈൽ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയി. മാത്രമല്ല ഈ വേറൊരു പരാതി വരുന്നുണ്ട്, അയ്യോ ഞങ്ങളെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുന്നേ എന്ന് പറയുന്നുണ്ട്. അതെ, ഇവിടെ ഇഡിയുടെ വണ്ടി അടിച്ചു പിടിച്ചവരെ കൊല്ലാൻ ശ്രമിച്ചവന്മാരെ വീട്ടിലല്ലാതെ റോഡിൽ അതാണ് ഏറ്റവും രസം. അന്ന് മറുനാടൻ റെയ്ഡിന് വേട്ടയ്ക്കെതിരെ മറുനാടൻ റെയ്ഡിന് നടന്നപ്പോ കൈയടിച്ച് എന്താണ് PVയോട് പിണറായി വിജയനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, നിങ്ങളൊക്കെ എന്താണെന്ന് കരുതി എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തള്ളിമറിച്ച കുട്ടി സഖാക്കന്മാരെ എല്ലാം വീടുകളിൽ ഇപ്പോൾ പോലീസ് റെയ്ഡിന് കയറുകയാണ്. ഈ റെയ്ഡിന് കയറുമ്പോൾ എന്താ നിലവിളിയാ. അതിന്റെ പേരിലാണ് ഈ തിരുവനന്തപുരം SFI എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ്, അതിന്റെ ചുവട്ടിൽ ഇമോജി, അതായത് ചിരിക്കുന്ന ഇമോജികളാണ്. ഇവരുടെ ഈ ദയനീയമായ നിലവിളിയുടെ അടിയിൽ വന്നിട്ട് ആൾക്കാർ ഒരൊറ്റ മനുഷ്യർ ഇവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുഷ്ടി ചുട്ടി കാണിക്കുന്നില്ല. ശ്രീനിവാസന മോഹൻലാൽ നാടുകാട്ടി പറയില്ലേ, ഇവറ്റകളുടെ മോങ്ങൽ കേൾക്കാൻ തന്നെ എത്ര സുഖം. അതുപോലെയാണ് ഈ 5 യമ കിങ്കര. അതിന്റെ ഒരു കാര്യം വിട്ടുപോയി, വേറെ സംഭവം ചിരിപ്പിച്ചത് പിണറായിയുടെ ഡ്രൈവർക്ക് പറ്റിയ അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. പിണറായിയുടെ ഡ്രൈവർക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തല്ല് കിട്ടി. അതായത് പോലീസ് അത് എന്നിട്ട് അയാൾ കൊണ്ട് DGPക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണെന്നറിയോ? നോ പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടു. കാരണം രാജാവ് മാറിയ വിവരം എനിക്ക് തോന്നുന്നു മാത്രമല്ല രാജാവ് ട്രെയിനിൽ കയറി പോവുകയും ചെയ്തു. നോ പാർക്കിംഗ് കൊണ്ട് പാർക്ക് ചെയ്തത് ഇത് പിണറായി വിജയന്റെ വണ്ടിയാന്ന് പറഞ്ഞാണ്. അപ്പൊ പോലീസ് പിണറായി വിജയന്റെ വണ്ടിയാണോ, രണ്ടെണ്ണം കൂടെ നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അടി കൊടുത്തത്. ഞാൻ പിണറായി വിജയന്റെ ആളാണെന്ന് പറഞ്ഞാണ്, ഞാൻ PVയുടെ ആളാണെന്ന്. അപ്പൊ അത് ഒന്ന്. പിന്നെയും ഉണ്ട് നമ്മൾ കാണേണ്ടത്, ആലപ്പുഴയിലെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നവകേരള രാജാവിന്റെ യാത്ര, രാജാവും രാജസദസ്സും കൂടെ ഒന്നിച്ച് ചലിക്കുന്ന ക്യാബിനറ്റ് എന്നായിരുന്നു അതിന്റെ പേര്. ഈ ചലിക്കുന്ന രാജകൊട്ടാരവുമായിട്ട് പോയ വഴിക്ക് ആ ആലപ്പുഴയിലെ 2 പിള്ളേരെ തലമണ്ട അടിച്ച് കയറിയ കേസിൽ 5 എണ്ണമാണ് ഒളിവിൽ പോയിരിക്കുന്നത്. കല്ലിയൂർ അനിൽ കല്ലിയൂർ എന്ന് പറയുന്ന ഒരു ഘടാഘടിയൻ, അദ്ദേഹത്തിന് നേതൃത്വത്തിൽ 5 പേര്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കേസൊക്കെ എടുത്തപ്പോൾ നമ്മളിത് എത്ര കണ്ടിട്ടും ഇന്നസെന്റ് പറഞ്ഞു കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജാമ്യമില്ല വകുപ്പ് ഒരെണ്ണം അങ്ങോട്ട് ചാർത്തി കൊടുക്കുന്നത്, AD തോമസ് MLA ഒക്കെ അടിച്ചതിന്. ആ സെക്കൻഡിൽ നിന്ന നിപ്പിൽ 5 എണ്ണവും അബ്സ്കോണ്ടിങ് ആയി. ഇപ്പൊ തന്നെ പണ്ട് മറുനാടൻ ഷാജനെ തേടി ഇവിടുന്ന് 2500 പോലീസുകാരെയാണ് വിന്യസിച്ച് 5 സംസ്ഥാനങ്ങളിലേക്ക്. അതുപോലെ 5-6 സംസ്ഥാനങ്ങളിലേക്ക് ആളെ വിട്ടിട്ടുണ്ട് ഇവന്മാരെ തിരക്കി. ഏതായാലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരിക്കലും പോകാൻ പറ്റില്ല. അവിടെ ചെല്ലുകയാണെങ്കിലേ പാർട്ടിക്കാരനെ പിടിച്ചു കൊടുക്കും, ഉറപ്പാണ്. പണ്ടാണ് പാർട്ടി ഗ്രാമത്തിൽ വിളിച്ചിരുന്നാൽ മതിയായിരുന്നു. നമ്മള് ഈ കൈവെള്ളയില് നമ്മളിങ്ങനെ ഈ വിരലുകൾ മടക്കി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ചെയ്തതൊക്കെ. 1 2 3 4 ഇതൊന്നും നമ്മുടെ കുഴപ്പമല്ല. ഇപ്പോഴും ഇവന്മാർ ഓടുന്നത് ഇതല്ല, ഇവന്മാർ ചെയ്തതിന്റെയാണ് ഇപ്പൊ മേടിച്ചു കിട്ടുന്നത്. പിണറായി വിജയനും വീണ വിജയനും ED പേടി ഒഴിഞ്ഞ നേരമില്ല. ഏത് നിമിഷവും ED കൊണ്ടുപോകും, ജയിലും ഒക്കെയാണ് കാണുന്നത്. അപ്പോ അതുപോലെ ഈ കിങ്കരന്മാർ, ഈ പിണറായിയുടെ കിങ്കരന്മാർ, യമകിങ്കരന്മാർ എന്ന് വേണം പറയാൻ. രാജാവിനെതിരെ വിരൽ ചൂണ്ടുന്നവന്റെ വിരൽ തല്ലി ഒടിക്കാനും അവന്റെ തലമണ്ട അടിച്ചു കയറാനുമായിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവന്മാർ യവന്മാര് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചിരുന്നത് രാജാവിന്റെ തുടർഭരണം ആയിരുന്നു. അത്രേ ഉള്ളൂ. മാത്രമല്ല വേറെ രസകരമായ കാര്യം, ഇവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ പോലീസ് പിടികൂടാൻ അല്ലെങ്കിൽ പിടികൂടാൻ നടക്കുന്ന പാവപ്പെട്ട അവന്റെ വീടിന്റെ അകം കാണിക്കുമ്പോഴേ നേരെ തിരിച്ച് ഇപ്പുറത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പൊ നേതാക്കന്മാരെ കൊട്ടാരം. അതെ, അതും വരുന്നുണ്ട്. അതായത് ഈ കൊട്ടാരം, ഒന്ന് പിണറായി വിജയന്റെ കൊട്ടാരം വരുന്നുണ്ട്, ഒന്ന് ശിവൻകുട്ടിയുടെ കൊട്ടാരം. ഇവരൊക്കെ ഈ കൊട്ടാരമുറ്റത്തിരുന്ന് ഇളങ്കാറ്റ് കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇളങ്കാറ്റുമൊക്കെ കൊണ്ട് ഭാര്യ മക്കളെയൊക്കെ കെട്ടിപ്പിടിച്ച് സൊറയൊക്കെ പറഞ്ഞ് സുഖമായിട്ട് AC റൂമുകളിൽ കിടന്ന് ഉറങ്ങുന്നു. വീണ വിജയനും വീണ തൈക്കണ്ടിയും അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഇതുപോലെ കൊട്ടാര സദസ്യമായ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നറിയാം. എന്തായാലും അവരാണ് സുഖമായിട്ട് ഉറങ്ങുന്നത്. എന്തായാലും ഈ സൗകര്യങ്ങൾക്ക് നടുവിലുണ്ട്. അപ്പൊ നമ്മുടെ ഈ പാവം പിടിച്ച SFIക്കാരും DYFIക്കാരും ശിവൻകുട്ടി അപ്പന്റെ വീടിന്റെ ആകെ നമ്മൾ ഞെട്ടിപ്പോവും. ആ വെള്ളായണിയിൽ കുന്നും പുറത്ത് പണക്കാരന്മാരെ തിരുവനന്തപുരത്ത് നഗരത്തിലെ സമ്പന്നന്മാർ മാത്രം വീട് വാങ്ങി സ്ഥലം വാങ്ങി വീട് വെക്കുന്ന ഈ കൊട്ടാര സദൃശമായ വീട്ടില് ഇരിക്കുകയാണ്. ഇത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ആംഗിളിലാണ് ചർച്ച ചെയ്യുന്നത്. കാരണം പാവപ്പെട്ടവൻ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവൻ, അവന്റെ ഒരു വീട് നന്നാക്കാനുള്ള പണം പോലും മോഷ്ടിച്ചതായി കുറച്ച് ഇവർക്കെങ്കിലും കൊടുക്കുമോ? ഈ മാസപ്പടി കൈപ്പറ്റിയതും ഈ അടിച്ചു മാറ്റിയതും ഒക്കെ കുറച്ചൊക്കെ പാവപ്പെട്ടവർക്ക് കൂടെ കൊടുക്കണമെന്ന്. അവർക്കൊക്കെ നക്കാപ്പിച്ച പെൻഷനും അല്ലെങ്കിൽ 100-200 രൂപയുടെ കിറ്റും ഒക്കെ കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഓർത്തോണം.
ഒരു 500 രൂപയിൽ താഴെയുള്ള ഒരു കിറ്റ് കൊടുത്തിട്ടാണ് ഈ കൊള്ളക്കാർ ഈ വീണ്ടും അധികാരത്തിൽ മാത്രമല്ല ഈ പാവപ്പെട്ട പിള്ളേരെ പേരിൽ 10, 20, 30 കേസാണുള്ളത്. അതെ. അത് ഏത് നേരത്തെ ഇനി കാര്യം ഇവർക്കൊരു ജോലി കിട്ടൂല. അപ്പൊ ഇവർ ജോലി തൊഴിലൊന്നും കിട്ടാതെ എല്ലാ കാലത്തും പാർട്ടി അടിമകളായിട്ട് രാവിലെ പാർട്ടിയെ വെച്ചിട്ട് ആരെങ്കിലും തല്ലാനുണ്ടോ കുത്താനുണ്ടോ എന്ന് നടക്കേണ്ടി വരും. ഇവര് കേസിൽപ്പെട്ട് അകത്ത് കിടക്കുമ്പോൾ വേറൊരു നേതാവ് കല്യാണമൊക്കെ കഴിച്ച് അതെ ആ നേതാവ് പിന്നെ ആർഷോയും ഭയങ്കര വലിയ വലിയ സംഭവമായിട്ടാണ് ഇത്. ഞങ്ങൾക്ക് നേരത്തെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല. അപ്പൊ ഇന്നൊരു വലിയ ഒരു രസകരമായ ഒരു കോട്ടാണോ അല്ല ഒരു ട്രോള് കണ്ടു. ആർഷോ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് ചോദിക്കുന്നത്, ഞങ്ങളുടെ കല്യാണം കഴിയുന്നുടനെ നിങ്ങൾ വിവാഹ സർട്ടിഫിക്കറ്റ് തരുമോ അതോ ഞങ്ങൾ ഉണ്ടാക്കണോ അതോ ഞങ്ങൾ ഉണ്ടാക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ട്രോളാണ്, വളരെ പ്രസക്തമാണ്. അതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള സമൂഹത്തെ അടിച്ചൊതുക്കി കേരളത്തെ ഇല്ലായ്മ ചെയ്ത് പാവപ്പെട്ടവന്റെ കഞ്ഞികുടി മുട്ടിച്ച് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി കുളം തോണ്ടി നടന്നപ്പോ ഒരിക്കലും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കായിരുന്ന പിണറായിയും കിങ്കരന്മാരും മകളും ഒക്കെ ഇപ്പൊ ഡ്രൈവർക്ക് ഇന്ന് കിട്ടിയ ഇടിയും ഈ 5 കിങ്കരന്മാർ ഇപ്പൊ ഒളിച്ച് എവിടെ പാർട്ടി ഓഫീസിനകത്ത് കയറി ഇരിക്കുന്നതും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ഇതിനകത്ത് വേറെയും പിണറായിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ED റെയ്ഡിന്റെ പേരിൽ നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചു. ഇത് പണ്ട് ഇതുപോലെ ചോദിച്ചപ്പോഴേ ഇറങ്ങി പോകേണ്ടി വന്നു. അത് നമ്മളെ ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചു. 82 വയസ്സായിരിക്കും പുള്ളിക്ക് ഓർമ്മയൊക്കെ പോയിക്കാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്ത ഒരു തമ്പിലൈൻ, ഒരു ടാഗ് ലൈൻ ആയിരുന്നു, നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ, നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങി. എന്നിട്ട് ഇപ്പൊ അതുപോലെ വീണ്ടും അത് കിണർകോലുവിന്റെ പണിയാണ്. കിണർകോലു നേരത്തെ എന്തോ പണി ഒപ്പിച്ച് വെച്ചതിന് ശേഷം ചെയ്തതാണ്. ഒരിഞ്ഞിറങ്ങിപ്പോ എന്റെ അച്ഛനെ ഉപദ്രവിച്ചവന്മാരെല്ലാം ഒരുമിച്ച് ഇറങ്ങി പോകട്ടെ എന്നാണ് പുള്ളി ചിന്തിച്ചത്. നമ്മൾ ഒന്നിച്ചങ്ങ് കിടക്കുമല്ലേ എന്നാണ് ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. കാരണം കുറെ പേര് കിടന്നു. ഇനി ഇപ്പം പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടം അകത്ത് പോയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പടം ഒരുതി രാഹുൽ ഈശ്വർ അവസാനം രാഹുൽ ഈശ്വർ അകത്ത് കിടന്ന് കൊതുകടി കൊള്ളുന്നു, രാഹുൽ മാങ്കൂട്ടം ഇവിടെ സുഖമായിട്ട് കിടന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ എന്താണെങ്കിലും കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ശരിക്കും പണി മേടിച്ചു. പിണറായിയും കുടുംബം വലിയ ഈശ്വരവിശ്വാസികളാണ്, കൊടും ഭക്തരാണ്, അന്ധവിശ്വാസികളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ ചിന്തിക്കാനുള്ള സമയമുണ്ട്. ആത്മീയമാർഗത്തിലേക്ക് നീങ്ങാൻ, ആത്മീയമാർഗത്തിലാണ് അവരെങ്കിൽ പോലും കുറച്ചും കൂടെ സൈദ്ധാന്തിക തലത്തിൽ ആത്മീയമാർഗത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സമയമാണ്. എന്താണെങ്കിലും ഇവർക്ക് ടെൻഷൻ ഒഴിഞ്ഞ ഒരു നേരമില്ല ഏത് നിമിഷവും. കാരണം അവർക്കറിയാം ഞങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ, ഞങ്ങൾ മേടിച്ച വാസപ്പടിയുടെ കണക്കുകൾ, ഞങ്ങളുടെ വിദേശ രാജ്യങ്ങളിലുള്ള നിക്ഷേപങ്ങൾ, മയോ ക്ലിനിക്കിലേക്ക് എന്ന് പറഞ്ഞു പോകുന്ന വഴിക്കുള്ള ദുരൂഹതകൾ, കച്ചവടങ്ങൾ, പിന്നെ നെതർലാൻഡ്സിൽ ഡച്ച് റിവർ റൂം അതിനുമൊക്കെ പോയി ഞങ്ങൾ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്ന ആ സ്വകാര്യ സമ്പാദ്യങ്ങൾ, പിന്നെ നാട്ടുകാരോട് ചെയ്ത ദ്രോഹങ്ങൾ, ഞങ്ങളെ എതിർത്തവരെ നിശബ്ദരാക്കാൻ വേണ്ടി തലവണ്ട അടിച്ചു കീറിയിട്ടുള്ള ദിനങ്ങൾ, ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഇതുവരെ ഇത് വർഗത്തിൽപ്പെട്ട കുറെ ആൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഭരണാധികാരികൾ. ഇതുപോലെ കൂട്ടുകാർക്കുണ്ട് എല്ലാം വാരി കൂട്ടിയിട്ട് അവരൊരു ദിവസം വിമാനത്തിൽ കയറി രക്ഷപ്പെടും. രക്ഷപ്പെട്ട ഏതെങ്കിലും അമേരിക്കയിലെവിടെയെങ്കിലും പോയി സമ്പാദിച്ച പൈസ ബാങ്കിൽ അണികളിവിടെ കിടക്കും. ഇത് അണികളോടെ കിടന്ന് അനുഭവിക്കുകയും ചെയ്യും. ഇത് പക്ഷേ ഇവർക്ക് രക്ഷപ്പെടാനും പറ്റില്ല. തൽക്കാലം പിന്നെ ഇവിടെ തലവരിക്കൊണ്ട് പോകാനും പറ്റില്ല. അണികൾ വിചാരിച്ചിരിക്കുന്ന ഉടനെ ജാമ്യം ലഭിക്കും എന്നുള്ളതാണ്. ഉടനെ ജാമ്യം ലഭിക്കില്ല എന്ന് മാത്രമല്ല, UAPA ഈ കേസിൽ ചുമത്തേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അത് ചുമത്തിയാൽ എല്ലാം കൂടും കുടുക്കെടുത്ത് നേരെ ഇവിടുന്ന് തീഹാർ ജയിലിലോട്ട് കാച്ചു. അവിടെ പിന്നെ അവർക്ക് കൂട്ടിന് ആളുണ്ട്. അതെ, സംസാരിക്കാൻ. പോപ്പുലർ ഫണ്ട് അവിടെ പിടിച്ചോണ്ട് പറയാൻ അവിടെ കിടപ്പുണ്ട്. അവരെ ഒരു അടുപ്പത്തുള്ള മുറിയിൽ ഇട്ടാൽ അവർക്ക് സംസാരിച്ച് മിണ്ടിയൊക്കെ ഇരിക്കാം. എന്താണെങ്കിലും ഹൈക്കോടതി ഇന്ന് പ്രസക്തമായ ചോദ്യങ്ങളാണ് CMRL കമ്പനിയോട് ചോദിച്ചത്. അതാണ് ഒരു പോയിന്റ്. അത് ഹൈക്കോടതി ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു അന്വേഷണമല്ലേ നടക്കുന്നത്, നടക്കട്ടെ. അതിനെന്താണ് ഇത്ര വേവലാതി എന്നാണ് ചോദിക്കുന്നത്. അന്വേഷണം അതിന്റെ വഴിക്ക് നടന്നോട്ടെ, നിങ്ങൾക്ക് എന്തിനാണ് ഈ അന്വേഷണം തടയുന്നത്? അതെ, ഒരു കാര്യത്തിൽ വരുമ്പോ, ഒരു സംഭവം വരുമ്പോ അന്വേഷണം നടത്തിയില്ലേ തെളിയിക്കാം. നിങ്ങൾക്ക് തെളിയിക്കാമല്ലോ. നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത്രേ ഉള്ളൂ. എന്തിനു ADA പയക്കുന്നത്? ഇതേ ആ കാര്യം തന്നെയാണ് CBI അന്വേഷണം നവീൻ ബാബുവിന്റെ വിഷയത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ ഈ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാർ വന്നിട്ട് ഇത് പക്ഷാഭേദം ആകരുത്, ഇതിനകത്ത് പിന്നെ പകപോക്കൽ ഉണ്ടാവരുത് എന്നൊക്കെയാണ് പറയുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലല്ലോ. നിങ്ങളുടെ ഒരു പാർട്ടി കുടുംബം, സിരകളിൽ കമ്മ്യൂണിസ്റ്റ് രക്തം മാത്രമുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, വളരെ സത്യസന്ധനും നല്ലവനുമായ ഒരു ഉദ്യോഗസ്ഥൻ, സാധാരണ രീതിയിൽ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിച്ച ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ ഒരു ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ അയാളെ ഇല്ലായ്മ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുടെയും കണ്ണീരുണ്ടല്ലോ, അതിന്റെ അഗ്നിയിലാണ് ഈ സർക്കാർ താഴെ. എന്നിട്ട് അദ്ദേഹത്തെ അപമാനിച്ചു. അത് അപമാനിക്കാൻ കൂട്ടുനിന്നത് ആരൊക്കെയായിരുന്നു?
ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല, പി ദിവ്യ മാത്രമല്ല, ജില്ലാ കളക്ടർ ഇപ്പുറത്തിന് ജില്ലാ ചിരിക്കുന്നുണ്ട്. കളക്ടർ അടക്കം മറ്റു ഉദ്യോഗസ്ഥരടക്കം ഇവരെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് ഒരു മനുഷ്യനെ അവിടെ വെച്ച് താറടിച്ച് ചിത്രവധ ചെയ്യുക നമ്മൾ മലയാളത്തിൽ പറയും, ഒരാളെ ഇരുത്തി കൊല്ലുക എന്നുള്ളത്. എന്നിട്ട് ആ കുടുംബത്തിന് ഒറ്റ ആവശ്യമേ ഉള്ളായിരുന്നു, ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഒരു CBI അന്വേഷണം നടത്തണം. CBI അന്വേഷണം ഇന്നേ വരെ തെളിഞ്ഞ ചരിത്രമില്ല. CBI അവർക്ക് തോന്നുന്ന എന്തെങ്കിലും പണി കാണിച്ചു വെച്ചിട്ട് പോകും, പിന്നെ കോടതി എടുത്ത് തോട്ടിക്കളയാണ് പതിവ്. അത് ഏത് കേസിലായാലും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയന്നത്? നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഭയക്കുന്നത്? അതാണ് ആ ഭയത്തിന്റെ അടിസ്ഥാനം എന്നാണ്. ഇപ്പൊ EDയോട് ഹൈക്കോടതി ചോദിച്ച അതേ ചോദ്യമാണ് നമുക്ക് ചോദിക്കാം. അതെ, മറ്റേ മടിയിൽ കനം ഉണ്ടല്ലോ, മടിയിൽ കനം ഇല്ലാത്തവനല്ലേ പേടിക്കാതിരിക്കാൻ പറ്റും. CMRLനോട് ഹൈക്കോടതി ചോദിച്ചു, EDയോടല്ല, ഞാൻ അങ്ങനെയാണ് തെറ്റി പറഞ്ഞത്. CMRLനോട് ഹൈക്കോടതി ചോദിച്ച അതേ ചോദ്യം, എന്തിന് നിങ്ങൾ ഭയക്കുന്നു, എന്തിന് നിങ്ങൾ ഭയക്കേണ്ട കാര്യം എന്താണ്? കുറ്റം ചെയ്യാത്ത പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിയ പുറകെ എല്ലാം കൂടെ ചെയ്ത് കൂട്ടി വെച്ചിരുന്ന എല്ലാം കൂടെ, അതായത് നമ്മൾ വലിയ ഉയരത്തിൽ ഒരു കെട്ടിടം പണിഞ്ഞിട്ട് അതിനടി പിന്നെ ആപ്പ് വെച്ചിരുന്നത് അടി ഊരി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അറിഞ്ഞ് തലയിലോട്ട് വീഴുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് മൊത്തം ഇങ്ങനെ ഒരു കഷ്ടകാലം ഉണ്ടാകുമോ? മാത്രമല്ല LDFിലെ ഘടകകക്ഷികൾക്കുള്ള പ്രശ്നമായി. കാരണം CPIക്കാർ കഴിഞ്ഞ ദിവസം സെക്രട്ടറി മാർച്ച് നടത്തില്ലോ, ഈ LDFിനൊപ്പം ചേർന്നുണ്ട് ഈ പിണറായിയുടെ മകൾക്ക് വേണ്ടി. CPI അണികൾ ചോദിച്ചു സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെടുത്ത്, പിണറായിയുടെ മോളല്ലേ കേസിൽ പ്രതി, പാർട്ടിയോ മുന്നണിയോ ഒന്നും പെടുത്തില്ല. ഇനി അഥവാ പിണറായി ആണെങ്കിൽ പോലും കേസിലെ പ്രതിയായെങ്കിൽ കേസന്വേഷണം നേരിടണം. ചുമ്മാ ആക്കിയതല്ല. പണ്ട് ബിനീഷ് കോടിയുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്, അന്വേഷണം നടക്കട്ടെ. അല്ലാതെ ചുമ്മാതാക്കിയതല്ലോ, ഇതിന് രേഖയില്ലേ? ഹൈക്കോടതിയിൽ SFIയുടെ റിപ്പോർട്ടുണ്ട്, ഈ പറയുന്ന മാസപ്പടിയുടെ കണക്കുണ്ട്, ഇത് കൊടുത്തതിന്റെ രേഖകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് വെച്ചിട്ട് ഒരു അന്വേഷണം, ഒരു പരിശോധന നടക്കുന്നു. ആ പരിശോധനയിൽ അവർക്ക് കാര്യമായ തെളിവ് കിട്ടിയ FIR ഇട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അകത്തിടും. അത് വീണ തൈക്കണ്ടിയെ മാത്രമല്ല, വീണ തൈക്കണ്ടിയുടെ പിതാവായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റും? അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം സഞ്ജയ് ഗാന്ധിയെയാണ് ഇന്ദിരാന്തേക്കാൾ അധികം കേസിൽ പെടുത്തിയത് സർക്കാർ. കാരണം അയാൾ അത്രയും കുറ്റം ചെയ്തിരുന്നു, അത് സത്യമാണ്. കോൺഗ്രസ് ഒന്നും നിഷേധിച്ചിട്ടില്ല കാര്യം. സഞ്ജയ് ഗാന്ധിയാണ് ആദ്യമായത്. നമ്മളിപ്പോ ഈ പറഞ്ഞ CPIയിലെ വിമർശനം ഉണ്ടല്ലോ, ആ വിമർശനം CPMലും ഉണ്ട്. കഴിഞ്ഞ ദിവസം CPMകാരുടെ മീറ്റിംഗിൽ എല്ലാം ഉയർന്ന കേട്ട ഒരു സംഭവം, എന്തിനാണ് EDയെ തടയാൻ പോയത്? ആരാണ് ഈ കേസിൽ പ്രതി? വീണയാണ്. വീണയ്ക്ക് പാർട്ടിയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. വീണയുടെ പിതാവ് മുഖ്യമന്ത്രിയും പിന്നെ വീണയുടെ ഭർത്താവ് മന്ത്രിയും ആയിരുന്നു. ഇപ്പൊ അല്ല, നേരത്തെ ആയിരുന്നു. ഇപ്പം ഒരാള് പ്രതിപക്ഷമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ കേസിൽ വീണ തൈക്കണ്ടിയെ അറസ്റ്റ് ചെയ്താൽ പിണറായി വിജയന് സർവ്വതും നഷ്ടമാകും. കാര്യം മക്കളുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഉത്കണ്ഠയുള്ളതെന്ന് പറയുന്നത്. നാട്ടുകാരുടെ കാര്യത്തിലല്ല, മക്കളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു രക്ഷയില്ലാത്ത ടെൻഷനാണെന്ന് പറയുന്നത്. അല്ല, സർവ്വതും നഷ്ടമാകുമെന്ന് ഞാൻ പറഞ്ഞത് എന്തോന്നറിയോ? ഈ വീണ തൈക്കണ്ടിയെ പിടിച്ച് വീണ തൈക്കണ്ടി കുഴപ്പക്കാരിയാണെന്ന് കണ്ടുകൊണ്ട് ED അറസ്റ്റ് ചെയ്താൽ ആദ്യം പ്രതിപക്ഷ സ്ഥാനം അങ്ങ് പോവും, അത് രാജിവെക്കേണ്ടി വരും. മകളെ പിടിച്ചപ്പോ എന്തുകൊണ്ടാണ് മകളെ രാജിവെക്കില്ല? അന്ന് ന്യായം കണ്ടുപിടിക്കും. അതെ, മകളാണ്, ന്യായം കണ്ടുപിടിക്കും. ധാർമ്മികതയൊന്നും ഇല്ല. MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. ഉളുപ്പെന്നുള്ള സാധനം ഉണ്ടെങ്കിൽ പ്രതിപക്ഷമാവൂല എന്നല്ല. ഈ പാർട്ടി മുന്നണിയെ കൊണ്ട് ഇത്രയും വലിയ പരാജയത്തിന് കാരണക്കാരനും സ്വന്തം പാർട്ടിക്കാർ കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ എല്ലാവരും കൈവക്കി ഞാൻ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, ഉളുപ്പില്ല. എന്താണെങ്കിലും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഭയങ്കര പുത്രവാത്സല്യമുള്ള ആളാണ്. പുത്രവാത്സല്യത്തിന് വേണ്ടി പുത്രനും പുത്രിയും ഒക്കെ പറയുന്ന അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ അതിനെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകും. നിയമസഭയിൽ അദ്ദേഹം പലപ്പോഴും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് ഈ പുത്രനെ പുത്രിയെ കുറിച്ച് പറയുമ്പോൾ PT തോമസ് എന്ന് വിളിച്ചുകൊണ്ട് പുള്ളിയുടെ ബോളുണ്ട്. അതുപോലെ നമ്മുടെ ഇദ്ദേഹത്തിന് നമ്മുടെ മൂവാറ്റൂർ MLA മാത്യു കോളുനാടനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹം വിരൽ ചൂണ്ടിക്കൊണ്ട് ബോളം വയ്ക്കും. കാരണം അമ്മയുടെ പെൻഷൻ പണം കൊണ്ടുണ്ടാക്കിയത്, അമ്മയുടെ പെൻഷൻ പണം കൊണ്ടുണ്ടാക്കിയ ഒരു കമ്പനി, അതിലൊരു പിഞ്ച് കിടാവ് കുറെ പൈസകൾ ഇങ്ങനെ കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്ന് സേവനം ചെയ്യാതെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതിന്റെ GST അടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പിഞ്ചു കുഞ്ഞിനെ നിങ്ങൾ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല മാത്യു എന്നാണ്. എന്നാ ഇരിക്കട്ടെ, നിന്റെ പറമ്പെല്ലാം ഞാൻ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ. എനിക്ക് തോന്നുന്നത് ഇവർ ഏതോ ലോകത്ത് ഒന്ന് ഈ പ്രധാന നേതാക്കൾക്ക് മാനസിക ഭ്രാന്തി ഉണ്ടായിരുന്നിരിക്കും. അതെ, അതല്ല ഇങ്ങനെ ഇത്രയും പൊട്ടത്തനം ഇവരുടെ ഒരു സൈദ്ധാന്തികനുണ്ട് പ്രേംകുമാർ ഇപ്പൊ കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പുറത്തോട്ട് പോകും പ്രേംകുമാർ, അപ്പുറത്ത് പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രേംകുമാറിന്റെ പോസ്റ്റുകളെല്ലാം ഇവർക്കെതിരെ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനൽ ചർച്ച ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ ഇടതുപക്ഷ സൈദ്ധാന്തികനാണെന്നാണ് നിങ്ങൾ വിശേഷിപ്പിച്ചത്, പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. ഏതോ ഒരു വിഷയം, അതാ ഇഡി വിഷയത്തിൽ വീണ വിജയനെ റെയ്ഡ് ചെയ്തപ്പോൾ ഇവരിറങ്ങിപ്പോയതിന് എനിക്ക് യോജിപ്പില്ല. പിന്നെ അതുപോലെ തന്നെ അയാൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ഒരു സാധനം, ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തല്ലോ മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അദ്ദേഹം അതിനും എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹം പറയുന്നത് അത് സസ്പെൻഡ് ചെയ്യേണ്ടതാണെന്ന്.
അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഈ അത് കപ്പിത്താനെ മുമ്പേ കപ്പലെടുത്ത് മാത്രം ആൾറെഡി ചാനൽ ചർച്ചകൾ വന്ന് CPN വാദിക്കാതെ പലരും ഇപ്പം നേരെ എതിർ ക്യാമ്പുകളിലേക്ക് പോയി അസ്കർ, നമ്മുടെ റജി ലൂക്കോസ്, അങ്ങനെ എല്ലാവരും മറികണ്ട വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ വളരെ നേരത്തെ അപകടം മനസ്സിലാക്കി അവർ ആദ്യം കപ്പിത്താനെ മുമ്പ് രക്ഷപ്പെട്ടു. കപ്പിത്താൻ ഞങ്ങളെ പറ്റിക്കുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് പിണറായി വിജയനെ ഏതാണ്ട് ഈ പരുവത്തിലാക്കിയത്. അപ്പോ സതീശനെയും ഇപ്പൊ ഉടനെ തന്നെ അദ്ദേഹം ഈ പരുവത്തിലാക്കുന്ന ലക്ഷണമുണ്ട്. വെള്ളാപ്പള്ളി കണ്ടായിരുന്നല്ലോ അല്ലേ? കണ്ടു നമ്മളെ മന്ത്രി ബിന്ദുകൃഷ്ണ തലേക്ക് വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹം വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്തായാലും. അതുകൂടാതെ NDAയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, സംസ്ഥാന വേണമെങ്കിൽ പറയാം. കാരണം അത് വേണ്ട, നമ്മൾ NDAയുടെ സംസ്ഥാന കൺവീനറും PDASന്റെ സംസ്ഥാന ചെയർമാനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ സഹായികൾ എടുത്തോണ്ട് പോകുന്നത്. അതിന്റെ പ്രയോജനം ഉണ്ടായി. 86 അധ്യാപക തസ്തികകളിലേക്ക് ഇന്ന് SN ട്രസ്റ്റിൽ നിയമനം നടന്നു. 86 അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഒരാൾക്ക് 1,10,00,000 വെച്ച് SNDPയുടെ കോളേജുകളിൽ ജോയിൻ ചെയ്തു. അതിൽ ഒന്ന് MV ഗോവിന്ദന്റെ ഡ്രൈവറുടെ ഭാര്യയാണെന്ന് പറയുന്നു. എന്നോട് SNDPയുടെ ഒരു നേതാവാണ് പറഞ്ഞത്. അതുപോലെ 25 സീറ്റ്, 25 അധ്യാപക തസ്തിക CPM കൊടുക്കണം. 1,10,00,000 വെച്ചല്ലേ 25 അവർക്ക് കൊടുത്തു. 86-ൽ 25 അവർക്ക് കൊടുത്തു. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇത് അനുവദിക്കണമല്ലോ. ഇതെല്ലാം നമ്മൾ നേരത്തെ വാങ്ങിയ കാശൊക്കെ തീർന്നു തോന്നുന്നു. അപ്പൊ എന്താണെങ്കിലും ഇന്നലെ ഈ തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ കണ്ടതിന് പിന്നാലെയാണ് ഇത്ര വേഗത്തിൽ ഈ നിയമനം, അവർക്കൊരു ആത്മവിശ്വാസം വന്ന് ഈ നിയമനം ഇന്ന് നടത്തിയിരിക്കും. അതെ അതെ, അതിനു മുന്നേ മന്ത്രി അങ്ങോട്ട് പറഞ്ഞയച്ചു. അത് കൂടാതെ ഇനി വെള്ളാപ്പള്ളി VD സതീശൻ കൂടിക്കാഴ്ച നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ VD സതീശൻ നമ്മൾ വിമർശനാധീനൊന്നുമല്ല, നമുക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനെതിരെ ഇവിടുത്തെ SNDPയിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായ എതിരഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ഇവര് കൂടിക്കാഴ്ചയ്ക്കുള്ള അരങ്ങൊരുക്കുന്നത് യാദൃച്ഛികമെന്നോണം കാണാൻ വേണ്ടിയാണ്. എങ്ങനെയാണെന്നറിയോ? അതായത് എവിടെയെങ്കിലും ഒരു ഗസ്റ്റ് ഹൗസിൽ VD സതീശൻ എത്തും. ആ ഗസ്റ്റ് ഹൗസിൽ അല്പം മുമ്പ് വെള്ളാപ്പള്ളി നടേശന് എന്നിട്ട് യാദൃച്ഛികമെന്നോണം ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള നീക്കം നടക്കുന്നതായിട്ട് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിവ് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പിന്നെ ഇൻ ഹരിഹർ നഗർ സിനിമയില് ജഗദീഷ് ഇങ്ങനെ നടന്നു വന്ന് ഇടിക്കുമല്ലോ പറവൂർ ഭരതനെ, അതുപോലെ വന്ന് ഇടിക്കാനുള്ള നീക്കമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ സതീശൻ അങ്ങോട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു MLA, 2 MLAമാര്, അതിലൊരാൾ മന്ത്രിയാണ്, അവരാണ് ഇയാൾക്ക് വേണ്ടി രംഗത്ത്. ഈ സതീശൻ പിന്നെ വെള്ളാപ്പള്ളി കൂട്ടുകെട്ട് നയിക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ് പിണറായി വിജയൻ ഈ ഗതികേട് വന്നതെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നവരാണ് കോൺഗ്രസ്സുകാർ. മുസ്ലിം ലീഗുകാർ ഈ ബന്ധത്തെ എങ്ങനെ കാണുമെന്ന് നമുക്കറിയാം. അല്ല, അതാണ് ചോദ്യം. മുസ്ലിം ലീഗ് ഇതിനെങ്ങനെ കാണുമെന്നുള്ളത്. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവർക്കല്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് ഈ ഇത്രയും ഒറ്റയടിക്ക് അനുമതി കിട്ടിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും ഈ ED ചൂടുറപ്പിക്കുക തന്നെ ചെയ്യും. ഹൈക്കോടതി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് ഇപ്പോൾ ഒരുപക്ഷെ കർത്തയ്ക്ക് മനസ്സിലുണ്ടായിരിക്കും. ഇനി ഡിവിഷൻ ബെഞ്ചാണെന്നുണ്ട്, ഇനി സുപ്രീം കോടതിയിലൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് നെടുമങ്ങാട് നടന്ന പനവൂരിൽ നടന്ന ആ കുട്ടിയുടെ മരണം, അത് നമ്മൾ സത്യത്തിൽ കണ്ണുനീരോടല്ലാതെ നമുക്ക് ആ വാർത്ത വായിക്കാൻ കഴിയും. നമുക്കത് സത്യത്തെ വാർത്ത വായിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിന്റെ പടം കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഹർഷിത്ത് എന്നാണ് അതിന്റെ പേര്. ആ കുഞ്ഞിനെ, അതിന്റെ അച്ഛൻ മരിച്ചു. ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ അതിന്റെ അച്ഛൻ മരിച്ചുപോയി. അഖില എന്നാണ് ഈ മാതാവിന്റെ പേര്. നർത്തകിയാണ്. അതുപോലെ അവരുടെ ഇപ്പോഴത്തെ അടുപ്പക്കാരൻ എന്നേ പറയാൻ പറ്റും. ലിവിങ് ടുഗദർ കാമുകനെന്നോ അടുപ്പക്കാരെന്നോ. ഇപ്പം നമ്മളിപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ എല്ലാവരും ആൺ സുഹൃത്ത് എന്നാ പറയുന്നത്. നമ്മളിപ്പോ ഈ വിഷയം ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ മറ്റേ ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ നമ്മളെ നേരെ വരാനുള്ള സാധ്യത പറ്റില്ല. ഈ ആൺ സുഹൃത്ത് അല്ല, അങ്ങനെയുള്ളത് കാമുകൻ തന്നെയാണ്. സൗഹൃദവും വേറെ, ഈ പ്രണയം വേറെ, അടുപ്പം വേറെ, അത് കാമുകൻ തന്നെ. അപ്പൊ അമ്മയും ഈ പറയുന്ന കാമുകനും ആൺ സുഹൃത്തും കൂടെ ചേർന്ന് ആ കുഞ്ഞിന് ഇല്ലാതെ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഇയാൾ കൊല്ലാൻ തീരുമാനിച്ചെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് പങ്കൊണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എന്നിട്ട് കുറേശ്ശെ നമ്മൾ സ്ലോ പോയിസണിങ് എന്ന് പറയുന്നത് പോലെ ഈ കുഞ്ഞിനെ കുറേശ്ശെ മർദ്ദിച്ച് അവസാനം തല പിടിച്ച് ചെവലിടിച്ച് ആ കൊച്ചിനെ കൊല്ലുകയാണ് അപ്പൊ അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇക്കാര്യത്തിൽ എനിക്ക് ഇതാണ് ഈ കുഞ്ഞിനെ കൊന്നവനേക്കാളും ദേഷ്യം പറഞ്ഞാൽ കുഞ്ഞിന്റെ അമ്മയെടുത്താണ്. ഈ അമ്മ ഇരിക്കുന്ന അമ്മ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും കൊച്ചിനെ എത്രയും ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്യാറുണ്ടെന്നാണ്. എന്നാലും ഒന്ന് ആലോചിച്ച്, അതിന്റെ കൈ രണ്ടും ഇവര് 51 മുറിവ് കൊച്ചിന്റെ അകത്ത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല. കുത്തി മറ്റേ സിഗാർ ലൈറ്റർ കത്തിച്ച് അദ്ദേഹത്ത് ഇവനൊക്കെ രാസലഹരിയുടെ ആളായിരിക്കും.
അല്ലെങ്കിൽ അവന് പ്രാന്തായിരിക്കും. അതെ ഈ രാസലഹരി അല്ലെങ്കിൽ സൈക്കോ എന്ന് പറഞ്ഞാൽ ഈ സാഡിസത്തില് ഒരു സംതൃപ്തി കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചത്, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ സമ്പർക്കം ഈ വാർത്തയും കാണാത്തതുകൊണ്ട് ഇത്തരം ആളുകളുടെ വലയിൽ വളരെ പെട്ടെന്ന് നിന്ന് വീഴും. കേരളത്തിൽ എത്ര സംഭവങ്ങളായതും കൂട്ടി കുഞ്ഞുങ്ങളെ ഈ കൊല്ലാക്കൊല ചെയ്യാൻ അമ്മമാരെ കൂട്ടിയിരിക്കുന്നത്. ആ തൊടുപുഴ നടന്നൊരു സംഭവം, തിരുവനന്തപുരത്തുള്ള ഒരുത്തൻ നന്തംകോട ഒരുത്തൻ ചെയ്തത്. അതുപോലെ വേറെയും പല സംഭവങ്ങൾ ഇതുപോലെ രണ്ടാനമ്മ കുട്ടിയുടെ തലപിടിച്ച് പേര് മറന്നുപോയി. അത് വലിയ ഒരു നമ്മുടെ നാടിന്റെ ഒരു നോവായി. സുരേഷ് ഗോപി അനുശാന്തി തിരുവനന്തപുരത്ത് അനുശാന്തി വന്നിട്ട് ടെക്നോ പാർക്ക് ജീവനക്കാരി കാമുകനുമായിട്ട് കുഞ്ഞിനെയും വെട്ടിക്കൊല്ലാനൊക്കെ. അങ്ങനെ നിരവധി ഘടകങ്ങൾ, നിരവധി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇത് ഒരു പുതിയൊരു കാര്യമല്ല. ഇതിലേക്ക് നയിക്കുന്ന ഇയാൾ ക്രിമിനൽ കേസ് പ്രതിയാണ്. എന്താണ് ഈ നമ്മുടെ ഈ യുവജനങ്ങളുടെ മനസ്സിലെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഈ യുവതിക്ക് 21 വയസ്സേ ഉള്ളൂ. അതെ, 21 വയസ്സേ ഉള്ളൂ. അവള് ആദ്യമേ പ്രേമിച്ചൊരു പയ്യന്റെ കൂടെ പോയി. ആ പയ്യനെ മരിച്ച സൂയിസൈഡ് ചെയ്ത കൊന്നാണെന്നാണ് പറഞ്ഞത്. ഇവൻ കൊന്നാണെന്ന് ഇപ്പോഴും സംശയമുണ്ട്. മാത്രമല്ല ഇയാൾക്ക് അവിടെ ഇവരുടെ ഡാൻസ് സ്കൂൾ അങ്ങാണ്ട് ഡ്രൈവറായിരുന്നു ഇവൻ. ഈ കുട്ടി അവിടുത്തെ ഡാൻസർ ആയിരുന്നു. അപ്പൊ അവിടുത്തെ വേറെ സ്റ്റാഫ് മരിച്ചതിലും ഒക്കെ സംശയം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവൻ ഒരു മാത്രമല്ല ഇയാൾ ആദ്യ ഭാര്യ ഏർപ്പെടുത്തി പാടുകണ്ട. അത് ഇന്നലെ എത്ര ക്രൂരമായിട്ടുള്ള ആ സ്ത്രീ കോമ സ്റ്റേജിൽ കിടന്നു വളരെ കാലം. ഈ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ടാണ്. അത് അമ്മയുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ എന്ത് തിരിച്ചറിയാം. അല്ല, എന്നാൽ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ നമ്മുടെ അമ്മ തൊട്ടിൽ കൊടുത്താൽ മതിയായിരുന്നു. അവര് ഭംഗിയായി നോക്കിക്കൊള്ളുമായിരുന്നു. ഇല്ല, ഈ പറയുന്ന ഈ രാക്ഷസിന്ന് നമുക്ക് അവളെ വിളിക്കാൻ പറയാൻ പറ്റില്ല. രാക്ഷസിയേക്കാൾ ഈ പറഞ്ഞ ഇവളുടെ അമ്മ ഈ കുഞ്ഞിനെ വളർത്താൻ തയ്യാറായിരുന്നു. അതിന് കൊടുത്തില്ല, അവർക്ക് കൊടുത്തില്ല. പകരം ഇവര് കൊണ്ടുവന്ന് തലക്കടിച്ച് ഈ കൊച്ചനെ ഇല്ലാതാക്കി. അത് മരിച്ചെന്ന് ഉറപ്പായപ്പം നെറുകയിൽ ഭക്ഷണം കുടുങ്ങി, ഭക്ഷണം കുത്തിക്കയറ്റി എന്ന് വരുത്തി തീർത്ത്. ഇവന്റെ ഈ വൃത്തികെട്ടവന്റെ അമ്മയും സഹോദരി എല്ലാവരും കൂട്ടുന്നല്ലേ പറയുന്നത്. അതാണ്, ഇവരൊക്കെ മൃഗങ്ങളാണ്. അതായത് ഒരു മനുഷ്യജീവി എന്നങ്ങ് പോട്ടെ, ഒരു ജീവനല്ലേ. ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ഒരു ജീവൻ. അപ്പോ നമുക്ക് ഇത് അറിയാം. ഇപ്പം പ്രസവത്തോടൊരു കുഞ്ഞു മരിക്കുന്നതാണെന്ന് കരുതുക, അതിനകത്ത് നമുക്ക് കുഴപ്പമില്ല. പണ്ട് ചെങ്ങന്നൂർ ഒരു വലിയ വിഷയം ഉണ്ടായി. ഇതുപോലൊരു പെണ്ണ് പ്രസവിച്ചിട്ട് കൊച്ചിനെ ബക്കറ്റിനകത്ത് എടുത്ത് എന്നിട്ട് മാറ്റി വെച്ചിട്ട് ഇത് തേടിപ്പോയി, ചികിത്സ തേടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കൊച്ചി ഇവിടെ ഉണ്ട്, കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു. കൊച്ചിനെ രക്ഷപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് അവിഹിതമാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി താമസിക്കുക. പക്ഷേ ഈ ഭർത്താവ് എപ്പോഴും ഇവരുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇവർ തമ്മിൽ സ്നേഹമുണ്ട്. അത് വേറെ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അതിനെന്തിനീ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ശുചിമുറിയിലൂടെ വലിച്ചെറിഞ്ഞു. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ നാട് പോകുന്നത്. ഇത് രാസലഹരിയാണോ അതോ പ്രേമലഹരിയാണോ എന്താണെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടും. അല്ല, ഇത് പലരും പറയുന്ന പോലെ കാലം മാറി ഇപ്പോൾ പുതിയ തലമുറയുടെ കാലമാണെന്ന് പറയുമ്പോഴേ മാനുഷിക വശം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും ഇല്ലാതെ പോകുന്നതാണ് മനസ്സിലായി. അല്ല, നമ്മളിപ്പോൾ പല യുവതികളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ഒരു വിവാഹം കഴിക്കുന്നു, കുറച്ചു നാൾ ഒന്നിച്ച് താമസിക്കുന്നു. വിവാഹം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വിവാഹത്തോട് ഈ താല്പര്യമില്ല. ഇവരെല്ലാം ലിവിങ് ടുഗദർ. ഈ ലിവിങ് ടുഗദറിലൂടെ ഇവര് മുന്നോട്ട് പോകുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവര് വേറൊരാളാണ്. അത് അവരുടെ ഇഷ്ടമാണ്. അത് നമ്മളത് ഇതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇത്തരം കൊലപാതകങ്ങൾ ഇപ്പൊ മാറിയ ജനസമൂഹത്തിന്, ജനറേഷന് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മളൊരു പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ഭീകരമായ ഈ മാരകമായ ഈ കൊലപാതകം അത് മാത്രമാണ് നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ അഷ്കർ എന്ന് പറയുന്ന ഈ കൊലയാളിയെ ഇന്നലെ ജനം നന്നായിട്ട് പോലീസ് കസ്റ്റഡിയിലായിട്ട് പോലും ഇയാളെ എടുത്തിട്ട് അടിച്ച് വല്ലാതെ. പക്ഷെ കുഞ്ഞിന്റെ അമ്മോടെ ഉണ്ടായിരുന്നില്ല, ഇരട്ടി അടി അവക്കും കിട്ടിയാനോ. എന്തായാലും ഇത്തരം ദുരന്ത വാർത്തകൾ, ഇത്തരം ഭീകരമായ വാർത്തകൾ ഇനിയും നമ്മുടെ മുന്നിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.